ഹായ് ഫ്രണ്ട്സ്, വെൽക്കം. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ടിപ്സാണ് കേട്ടോ കാണിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഒരുപാട് മാങ്ങയും അതുപോലെ തന്നെ മുരിങ്ങയ്ക്കൊക്കെ കിട്ടുന്ന സമയമാണ്. ഒരുപാടൊക്കെ ആകുമ്പോൾ നമ്മളത് പാഴാക്കി കളയും. അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് ഇതുപോലെയൊക്കെ ചെയ്ത് വെച്ചാൽ നമുക്ക് മാങ്ങ ഇല്ലാത്ത സമയത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് ടിപ്സാണ് ഇതിൽ കാണിക്കുന്നത്. മുരിങ്ങയ്ക്ക് അതുപോലെ തന്നെ ഒരുപാടൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ഇതുപോലെയൊക്കെ ട്രൈ ചെയ്യാം. ഞാൻ ഇതുപോലെ തന്നെ കേട്ടോ മാങ്ങയും അതുപോലെ മുരിങ്ങയ്ക്കൊക്കെ എടുത്ത് വെക്കാറുള്ളത്. 4 വർഷം തൊട്ട് തന്നെ ഇതുപോലെയാണ് ചെയ്യാറുള്ളത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ മാങ്ങ എടുക്കുമ്പോൾ ഇതുപോലത്തെ നല്ല പച്ച മാങ്ങ നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. ഒട്ടും തന്നെ വാട്ടയില്ലാത്ത മാങ്ങ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പക്ഷേ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്നതാണ്. അപ്പോൾ അത് വാടിയ മാങ്ങ എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നല്ല തൊട്ട് നോക്കി ഉറച്ച മാങ്ങ നോക്കിയിട്ട് എടുക്കാം. അതിനുശേഷം നമുക്ക് മാങ്ങയുടെ തൊലി നമുക്ക് ആദ്യം തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ മാങ്ങ ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ തൊലിയും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ മാങ്ങയുടെ തൊലിയൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നും കൂടി ഒന്ന് മുറിച്ചെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിത് മുറിച്ചെടുക്കാം. അപ്പോൾ കുറച്ച് നീളത്തിലാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം ചെറുതായിട്ട് വേണമെങ്കിൽ അങ്ങനെയും കട്ട് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് വെള്ളം എടുക്കാം. നമ്മൾ സാധാരണ വെള്ളമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ചൂടുവെള്ളമൊന്നുമല്ല, സാധാരണ നമ്മൾ ടാപ്പിൽ നിന്നൊക്കെ എടുക്കുന്ന വെള്ളമാണ്. അപ്പോൾ ഈ വെള്ളത്തിലേക്ക് വേണം നമ്മൾ മാങ്ങ ഇട്ട് വെക്കാനായിട്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതിലേക്ക് കുറച്ച് വിനീഗറും കൂടി ചേർക്കണം. ഏകദേശം 1 ടീസ്പൂൺ വിനീഗർ ചേർക്കാം. അപ്പോൾ വിനീഗർ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു മുറി നാരങ്ങയുടെ നീര് ചേർത്താലും മതിയാവും. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങ നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. വിനീഗറിലിട്ട് മാങ്ങ എടുക്കുമ്പോൾ കുറച്ചും കൂടി കുറച്ച് കാലം കൂടി നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മൾ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യാതെ നമുക്ക് മാങ്ങ ജസ്റ്റ് ഒന്ന് മുറിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഒരു ബോക്സിലിട്ട് വെച്ചാലും മതി. അങ്ങനെ ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷേ ഇതാണ് കുറച്ചും കൂടി കൂടുതൽ നമുക്ക് വെച്ച് ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതുപോലെ മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളത്തിലിട്ട് 5 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് ഇതുപോലെ വെച്ചാൽ മതി. ഒരുപാട് സമയമൊന്നും വേണ്ട. അപ്പോൾ ഒരു 5 മിനിറ്റായി നമ്മൾ ഇതുപോലെ മാങ്ങ ഇട്ട് വെച്ചിട്ട് ഇനി ഈ വെള്ളം നമുക്ക് കളയാം. ടവലെടുക്കാം. വെച്ചിരിക്കുന്ന മാങ്ങയുടെ പീസസ് മാത്രം ഇട്ട് കൊടുക്കാം. ആ മാങ്ങയിലുള്ള ഒരു ഈർപ്പം മാറാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ചെയ്യുന്നത്. ഇത് തന്നെ നമ്മൾ ഒരുപാട് സമയം ഇട്ട് വെക്കേണ്ട. ഒരു 10 മിനിറ്റ് ഫാനിൻ്റെ അടിയിൽ വെച്ചാൽ മതി. ആ ഒരു ഈർപ്പം മുഴുവനും മാറി കിട്ടും. അല്ലെങ്കിൽ ടവൽ വെച്ചിട്ട് ഒന്ന് തുടച്ചെടുത്താലും മതി കേട്ടോ. ഇപ്പോൾ ഒരു 10 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് ഫാനിൻ്റെ അടിയിൽ വെച്ചാൽ മതി. ഇത് വെയിലത്തൊന്നും കൊണ്ടേ വെക്കരുത്. വെയിലത്ത് വെച്ച് നമ്മളെടുക്കുമ്പോൾ വാട്ടം ഉണ്ടാവും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ മാങ്ങ വാടിപ്പോവും. വെച്ചിട്ട് ഒരു 10 മിനിറ്റായി ഇതിൻ്റെ ഈർപ്പം മുഴുവനും മാറിക്കിയിട്ടുണ്ട്. നല്ല ഡ്രൈ ആയിട്ടാണ് ഇപ്പോൾ ഉള്ളത്. ഇനി നമുക്ക് മാങ്ങ ഏത് ബോക്സിലാണോ വെക്കേണ്ടത് അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു ബോക്സ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു സിപ്പ് ലോക്ക് കവറായാലും മതി. അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ബോക്സിനടിയിൽ ടിഷ്യൂ പേപ്പറൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അല്ലാതെ തന്നെ കേടുകൂടാതിരിക്കും. അപ്പോൾ എല്ലാം വാങ്ങി നമ്മൾ ഇതുപോലെ ഫില്ല് ചെയ്ത് വെച്ചു. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഫ്രീസറിൽ വേണം വെക്കാനായിട്ട്. ഫ്രീസറിൽ വെച്ചാൽ മാത്രമേ നമുക്കിത് ഒരു കൊല്ലം വരെ കേടുകൂടാതെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ഒരു തണുപ്പ് മാറിയതിന് ശേഷം കുറച്ച് വെള്ളത്തിലിട്ട് വയ്ക്കാം. ആവശ്യാനുസരണം എടുത്താൽ മതിയാവും. സാധാരണ വെള്ളത്തിലിട്ടൊന്ന് എടുത്താൽ നമുക്ക് ഏത് കറിക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഫ്രീസറിൽ തന്നെ വേണം കേട്ടോ വെക്കാനായിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി നമുക്ക് മുരിങ്ങയ്ക്ക എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് മുരിങ്ങയ്ക്ക എടുത്തിട്ടുണ്ട്. മുരിങ്ങയ്ക്ക നമ്മൾ സാധാരണ ക്ലീൻ ചെയ്യുന്ന പോലെ തന്നെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ചിലർ ഇതിങ്ങനെ തന്നെ ഒരു ബോക്സിലൊക്കെ ഇട്ട് ഫ്രീസറിൽ വെക്കാറുണ്ട്. അങ്ങനെ ചെയ്യുന്നേക്കാളും നല്ലത് നമ്മളിതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഫ്രീസറിൽ വെക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വെള്ളത്തിലിട്ട് നമുക്കൊന്ന് കഴുകിയെടുക്കാം. ഇതിലേക്ക് വിനീഗറൊന്നും ചേർത്തിട്ടില്ല. സാധാരണ വെള്ളത്തിൽ നമ്മളെപ്പോഴും കഴുകുന്ന പോലെ തന്നെ നന്നായിട്ട് ഈ മുരിങ്ങയ്ക്ക ഒന്ന് കഴുകിയെടുത്താൽ മതിയാവും. അപ്പോൾ നല്ലപോലെ തന്നെ കഴുകിയെടുക്കാം. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ഓപ്ഷനിലാണ് കേട്ടോ. നിങ്ങൾക്ക് കഴുകാനൊന്നും താല്പര്യമില്ലെങ്കിൽ നേരിട്ട് തന്നെ കട്ട് ചെയ്ത ഉടനെ ഒരു ബോക്സിലേക്ക് ഇട്ട് വെച്ചാലും മതി. ഞാൻ സാധാരണയായിട്ട് എപ്പോഴും ഇതുപോലെയാണ് ചെയ്യാറുള്ളത്. അതുകൊണ്ടാണ് കാണിക്കുന്നത്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു കിച്ചൺ ടവൽ വിരിച്ച് അതിൻ്റെ ഈർപ്പം മുഴുവനും മാറിയതിന് ശേഷം ബോക്സിലേക്ക് ഇട്ടിട്ട് നമ്മൾ ഫ്രീസറിൽ വേണം വെക്കാനായിട്ട്. ഫ്രിഡ്ജിൽ വെക്കരുത്. ഇതും അതുപോലെ തന്നെ ഫ്രീസറിൽ വെച്ചാൽ മാത്രമേ നമുക്ക് കേടുകൂടാതെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പൊക്കെ ഇതെടുത്ത് വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ തണുപ്പൊക്കെ മാറിയിട്ട് നമുക്ക് ഏത് കറിക്കാണോ വേണ്ടത് അങ്ങനെ ഉപയോഗിക്കാം. ഈ ബോക്സിൻ്റെ അടിയിൽ നമ്മൾ ടിഷ്യൂ പേപ്പറൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അല്ലാതെ തന്നെ കേടുകൂടാതെ ഇരിക്കും. നമ്മൾ ഫ്രീസറിൽ മാത്രം വെക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ മുരിങ്ങയ്ക്ക നമ്മൾ വെക്കുമ്പോൾ ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെച്ചാൽ നമുക്ക് കുറച്ചും കൂടി സ്പേസും കിട്ടും. 2 ടിപ്സും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.